മീറ്റ് മിസ് ഷിംജിത മുസ്തഫ. ഒരാള് മനഃപൂർവ്വം എന്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ. റീച്ച് കിട്ടാൻ വേണ്ടി അവർ മാക്സിമം സന്തോഷത്തോടെ തന്നെയാണ് അത് ചെയ്യണത്. ഇത് മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂ. സാമൂഹിക മാധ്യമങ്ങളിലൂടെ ദൃശ്യം പ്രചരിച്ചതിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കി. എല്ലാം കണ്ടന്റ് ആവുന്ന ഈ കാലത്ത് നിയമവ്യവസ്ഥയ്ക്ക് വിടേണ്ടതിനെയൊക്കെ ഫോളോവേഴ്സിന്റെ മുന്നിലേക്ക് പച്ച ഇറച്ചി കഷ്ണം പോലെ എറിഞ്ഞു കൊടുക്കുന്ന പ്രവണത ഇപ്പോൾ കൂടി വരികയാണ്. ദീപകിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചത് ഷിംജിത മുസ്തഫയുടെ കമ്പോള ബുദ്ധിയാണ്. മീറ്റ് മിസ്റ്റർ ദീപക്. ഷിംജിത വെറുമൊരു സ്ത്രീയല്ല. അരീക്കോട് പഞ്ചായത്തിലെ വെള്ളേരി വാർഡിലെ മുസ്ലിം ലീഗിന്റെ കഴിഞ്ഞ ടൈമിലെ മെമ്പർ ആയിരുന്നു അവർ. അതിനുമപ്പുറം കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. ഒരു ജനപ്രതിനിധിയും കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റും എന്നതിനപ്പുറം അവരുടെ സോഷ്യൽ മീഡിയ ഐഡന്റിറ്റി സൂപ്പർ ലീഡ് ചെയ്തു. സൈക്കോളജിസ്റ്റ് ഇൻഫ്ലുവൻസർ ആയാൽ എന്തുണ്ടാകുമെന്നതിന്റെ ദുരന്ത ഫലം കൂടിയാണ് ദീപകിന്റെ മരണം. മീറ്റ് മിസ് ഷിംജിത മുസ്തഫ. ഷിംജിതയ്ക്ക് എല്ലാത്തിനും ന്യായീകരണം ഉണ്ടായിരുന്നു. ചില സമയത്ത് ഷിംജിതയിലെ സൈക്കോളജിസ്റ്റ് സംസാരിച്ചു. ഇതൊരു മെയിലിന്റെ നോർമൽ ബിഹേവിയർ അല്ല, ഇൻസ്റ്റിങ്ക്റ്റും അല്ല, ടെംപ്റ്റേഷനും അല്ല, പിന്നെന്താ അൺകറക്റ്റഡ് ബിഹേവിയറാ. സൈക്കോളജി പറയണതേ അൺചാലഞ്ചഡ് ബിഹേവിയർ ബിക്കം റിപ്പീറ്റഡ് ബിഹേവിയേഴ്സ്. ദീപകിനെ തിരുത്തുകയാണ് ഷിംജിതയുടെ ഉദ്ദേശമെന്ന് അവർ പറയുന്നു. നോർത്ത് ഇന്ത്യയിൽ ഗോരക്ഷകർ പറയുന്നത് ഇതൊക്കെ തന്നെയല്ലേ. നിങ്ങൾ പശുവിനെ കട്ടു എന്ന പേരിൽ ആളുകളെ പിടിക്കുന്നു, അടിക്കുന്നു, ഇടിക്കുന്നു, ചിലരെ കൊല്ലുന്നു, വീഡിയോ എടുക്കുന്നു, അത് മറ്റുള്ളവരെ പേടിപ്പിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നു, വാട്സാപ്പിൽ പറത്തിവിടുന്നു. എന്നിട്ട് ഇതുപോലെ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്താൽ ഇതാണ് നിങ്ങളെ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഇതല്ലേ ഇന്റർനെറ്റ് വിജിലാന്റിസം. നമ്മുടെ നാട്ടിലെ സദാചാര പോലീസും നോർത്ത് ഇന്ത്യയിലെ പശു ജാഗ്രതാ സംഘങ്ങളുമെല്ലാം നിയമം കയ്യിലെടുക്കുന്നത് നാട് നന്നാക്കണമെന്ന അവരുടെ ഭയങ്കര ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. അത് തന്നെയാണ് ഷിംജിതയും ചെയ്തത്. പൊതുവെ പരാതിപ്പെടുന്ന സ്ത്രീകളുടെ കാര്യം ഭയങ്കര കഷ്ടാണ്. ആരും വിശ്വസിക്കില്ല നിലവിലെ കാര്യം, നീതി കിട്ടില്ല. അതിനൊപ്പം ഇത്തരം സംഭവങ്ങൾ കൂടി ഉണ്ടാകുമ്പോൾ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യാൻ ഇനിയും ആളുകൾ മടിക്കും. സ്ത്രീകൾക്ക് അർഹിക്കുന്ന നീതി കിട്ടാതെ വരും. വലിയ കഷ്ടനഷ്ടമാണ് ഇത് സ്ത്രീകൾക്ക് ഉണ്ടാക്കുന്നത്. ബസ്സിലും ട്രെയിനിലും ആളുകൾ സ്ത്രീകളെ തോണ്ടും പിച്ചൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് യാഥാർത്ഥ്യമാണ്, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷെ പരിഹാരം ഇന്റർനെറ്റ് വിജിലാന്റിസം അല്ല.